അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 32 വാക്യം നമുക്ക് വായിക്കാം. അവർ നിലയെങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. യാക്കോബിന് റാഹേലിൽ ജനിച്ച മകനായ ജോസഫ് 17 വയസ്സായപ്പോൾ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടിനെ മേയിച്ചുകൊണ്ട് തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹയുടെയും ശില്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി ജോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു. തന്നെയുമല്ല, താൻ കണ്ട ദർശനങ്ങളെക്കുറിച്ചും തൻ്റെ സഹോദരന്മാരോടും തൻ്റെ അപ്പനോടും പറഞ്ഞു. ജോസഫ് തൻ്റെ വാർദ്ധക്യത്തിലെ മകനാകിയാൽ യാക്കോബ് മറ്റു മക്കളെക്കാൾ അധികം ജോസഫിനെ സ്നേഹിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 3 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസഫ് കണ്ട ദർശനങ്ങളിലെല്ലാം അവൻ തൻ്റെ അപ്പനേക്കാളും സഹോദരന്മാരെക്കാളും ഉന്നത പദവിയിലെത്തുന്നു എന്നതിനാൽ ജോസഫിനോട് അസൂയ തോന്നിയിരുന്നു. അതുകൊണ്ടായിരിക്കാം അപ്പൻ അവനെ ആടിനെ മേയ്ക്കുന്ന തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ അന്ന് അയച്ചത്. തന്നെയുമല്ല, ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ജോസഫിനോട് സമാധാനമായി സംസാരിക്കുവാൻ കഴിഞ്ഞില്ല എന്നും ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 4 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം നമ്മുടെ സഹോദരന്മാരുടെ ദുശ്രുതി ആരോടും പറയരുത്. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 17 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസഫിൻ്റെ പിതാവായ യാക്കോബിനും ജോസഫിൻ്റെ ദർശനത്തിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ജോസഫിൻ്റെ മുമ്പിൽ താൻ വണങ്ങേണ്ടി വരുന്ന സാഹചര്യം യാക്കോബിന് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഭവനത്തിലായിരുന്ന ജോസഫിനെ ക്ഷേമം അന്വേഷിക്കുന്നതിനായി സഹോദരന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എന്നാൽ കാര്യങ്ങളെല്ലാം മാറിമറഞ്ഞത് പെട്ടെന്നായിരുന്നു. താൻ ക്ഷേമം അന്വേഷിക്കുവാനായി യാത്ര അയച്ച തൻ്റെ ഇഷ്ടപുത്രനെ യാക്കോബിന് നഷ്ടമായി. അതും അതിദാരുണമായ രീതിയിൽ. ഓർക്കുക, നീരസത്താലും കോപത്താലുമുള്ള തീരുമാന നിമിത്തം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ നഷ്ടമായി എന്ന് വന്നേക്കാം. ഏത് തീരുമാനമെടുക്കുമ്പോഴും പ്രാർത്ഥനയോടും വളരെ ആലോചിച്ചും മാത്രം തീരുമാനമെടുക്കുക. നമ്മെക്കാൾ ആരെല്ലാം ഉയർന്നു പോയാലും അസൂയപ്പെടാതെ മറ്റുള്ളവരെ ഉയർത്തുന്ന കർത്താവിന് നമ്മെയും ഉപയോഗിക്കുവാൻ കഴിയും എന്നറിഞ്ഞ് അസൂയയോ ഹൃദയഭാരമോ കൂടാതെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തും. ജോസഫ് ദുശ്രുതി യാക്കോബിനോട് പറയുമ്പോൾ ന്യായമായും യാക്കോബ് ജോസഫിൻ്റെ സഹോദരന്മാരെ ചോദ്യം ചെയ്തിരിക്കും. ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഏതൊരു വ്യക്തിയെക്കുറിച്ചും നമ്മോട് ദുശ്രുതി പറയുന്ന ആളെ നാം അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നതാണ്. കുറഞ്ഞ പക്ഷം നമ്മുടെ ഹൃദയം മുഷിയാതിരിക്കുവാനെങ്കിലും അത് സഹായിക്കും. തന്നെയുമല്ല, ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു, വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന് ചെവി കൊടുക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 17 അധ്യായം 4 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഹൃദയം മുഷിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരോട് സമാധാനമായി സംസാരിക്കുവാൻ കഴിയാതെ വരും. നമുക്ക് സമാധാനം ഉണ്ടാക്കുവാൻ കഴിയാതെ വരും. നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകുവാൻ കഴിയാതെ വരും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നും സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിധിച്ച് നീതി എന്ന ഫലം കൊയ്യുമെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ആര് ദുശ്രുതി നമുക്കെതിരെ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ മുഷിച്ചിൽ ഇല്ലാതിരിക്കുവാൻ നാം ശ്രമിക്കണം. കാരണം സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന് സദൃശവാക്യങ്ങൾ 4 അധ്യായം 23 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസഫിൻ്റെ നിലയങ്കി ആട്ടിൻ ചോര തെളിച്ച യാക്കോബിൻ്റെ മക്കൾ കൊണ്ടുവന്നു. ഈ അങ്കി നിൻ്റെ മകൻ്റെയോ എന്ന് പരിശോധിക്കുവാനാണ് മക്കൾ യാക്കോബിനോട് ആവശ്യപ്പെട്ടത്. യാക്കോബ് അങ്കി പരിശോധിച്ചു എങ്കിലും അതിൽ രക്തക്കറ പരിശോധിക്കുവാനോ യഥാർത്ഥത്തിൽ അതിന് കീറലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാനോ തൻ്റെ മക്കളെ ചോദ്യം ചെയ്യുവാനോ തൻ്റെ മകനായ ജോസഫിനെ അന്വേഷിക്കുവാനോ ഒരു വാക്ക് തൻ്റെ മകനെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കുവാനോ യാക്കോബ് സമയം കണ്ടെത്തിയില്ല. യാക്കോബിന് അതിനുള്ള ബുദ്ധി തോന്നിയില്ല. എന്തു തന്നെയായാലും ചില പ്രതിസന്ധികളിൽ ചാക്ക് ശീല കൊടുത്തേക്കാം, നിലവിളിച്ചേക്കാം, ഉപവസിച്ചേക്കാം.
എന്നാൽ കർത്താവ് ഇതെന്തുകൊണ്ടെന്ന് ചോദിക്കാറില്ല. ചോദിച്ചാൽ നിശ്ചയമായി ദൈവം വെളിപ്പെടുത്തുമെന്ന് യിരെമ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലതെല്ലാം കർത്താവ് മറച്ചു വയ്ക്കുമെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ തൻ്റെ മകനായ ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും യാക്കോബിന് സാധിക്കുന്നില്ല. കാരണം അവൻ്റെ മനോവ്യത വലിയതായിരുന്നു. തൻ്റെ മക്കൾ ജോസഫിനെതിരെ കൊണ്ടുവന്ന തെളിവുകൾ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് പ്രാർത്ഥിക്കുകയോ തൻ്റെ മക്കളെ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. മറ്റനേകരുടെ ജീവൻ ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ യാക്കോബിനെ അല്പകാലം സങ്കടപ്പെടുത്തിക്കൊണ്ടും ജോസഫിനെ ചില പ്രതിസന്ധികളിൽ കൂടി കടത്തിവിട്ടുകൊണ്ടും ദൈവം ചില കാര്യങ്ങൾ ചെയ്തു എന്ന് യാക്കോബിനും ജോസഫിനും മനസ്സിലായി. അങ്ങനെയെങ്കിൽ നിത്യനരകത്തിൽ നിന്നും അനേകരെ രക്ഷിക്കുവാനായി ദൈവം ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ നാം പിന്മാറിപ്പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, പിറുപിറുക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം നന്മയ്ക്കായിരുന്നു എന്ന് തിരിച്ചറിയുന്നൊരു ദിവസം വരുന്നുണ്ട്. യാക്കോബിനെ പോലെയും ജോസഫിനെ പോലെയും ജീവിതത്തിൽ കൈപ്പേറിയ സമയം വരുമ്പോൾ നാം ഓർക്കേണ്ടത് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. നമ്മുടെ കഷ്ടകാലത്ത് ചിലപ്പോഴെങ്കിലും നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കാം. എന്നാൽ ആശ്വസിപ്പിക്കുവാനായി അവർ വായി തുറക്കുമ്പോൾ നമ്മെ വ്യസനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും പുറത്തു വരിക. അങ്ങനെ അവർ നമ്മെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി തീരുകയും ചെയ്യുന്നു. എന്നാൽ കാലാളോടുകൂടെ ഓടുമ്പോൾ നാം ഓർക്കണം, കുതിരകളോടുകൂടെ നാം ഓടേണ്ടവരാണ് എന്ന്. സമാധാന ദേശത്ത് സമാധാനത്തോടെ നാം ജീവിക്കുമ്പോൾ ഓർക്കണം, നാം യോർദാൻ്റെ വൻകാട്ടിൽ ജീവിക്കേണ്ടവരാണ് എന്ന്. ആകയാൽ കഷ്ടങ്ങളാൽ തികഞ്ഞവനായി തീർന്ന കർത്താവുമായി മാത്രമേ നാം ജീവിക്കാവൂ. ഒരുവിധ പാപവും നമ്മിലില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ നാം ജീവിക്കാവൂ. ആകയാൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹിതന്മാരായി തീരാം. നമുക്ക് അവനെ സ്നേഹിക്കാം, നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരത്തിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.